എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ചില സ്ഥലങ്ങൾ, ചില ക്ഷേത്രങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഓർമ്മയിൽ എല്ലായ്പ്പോഴും നിലനിൽക്കപ്പെടുന്നവയാണ്. അത്തരം ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് അടൂർ പന്തളം റോഡിൽ കുരമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 2-3 കിലോമീറ്റർ അടുത്തായിട്ടുള്ള ഒരു കാവാണ്, മലനട ക്ഷേത്രമാണ്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിരവധിയായ ക്ഷേത്രങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. ഏറ്റവും വലിയ കാനന ക്ഷേത്രമായ ശബരിമല ഉൾപ്പെടെ, അല്ലെങ്കിൽ കല്ലേലി പോലുള്ള ക്ഷേത്രങ്ങൾ, അത്തരത്തിലൊരു ക്ഷേത്ര സങ്കല്പമാണ് പൗവത്ത് മലനടയിലും നിലനിൽക്കുന്നത്. ഏക്കറുകളോളം വരുന്ന കാടിന് നടുവിലാണ് ഇത്തരത്തിലൊരു ചെറിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൗവത്ത് മലനടയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ആദ്യം കാണുന്ന കവാടമാണ് ഇവിടം. ഇത് വളരെ കുറച്ച് കാലമായിട്ടുള്ള ഇത്തരത്തിൽ ഭംഗിയിൽ ഇതൊക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ട് ഇവിടെ ഈ വഴിയൊക്കെ തറയോട് പാകി ഇത്തരത്തിൽ കെട്ടിത്തിരിച്ച് നല്ല നിലയിലാക്കിയത് വളരെ കുറച്ച് കാലം മുമ്പ് മാത്രമാണ്. ആദ്യകാലങ്ങളിൽ ഇതൊരു മൺ റോഡായിരുന്നു. വളരെ പ്രയാസകരമായിരുന്നു ഇവിടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. ഇതിനടുത്തായിട്ട് തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ദേവരി ക്ഷേത്രം പെരുമ്പുളിക്കൽ എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടവും ആ ക്ഷേത്രമൊക്കെ ഒരു ട്രസ്റ്റിന് കീഴിലാണ്, വരിക്കോലിൽ ട്രസ്റ്റ് എന്ന ഒരു കുടുംബ ട്രസ്റ്റിന് കീഴിലാണ് ഇതൊക്കെ നടന്നു വരുന്നത്. ഇവിടെ നിത്യപൂജകൾ എന്ന നിലയിൽ ഇല്ല, പകരം ചില പ്രത്യേക ദിവസങ്ങളിൽ പൂജകളുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ നോക്കുന്ന ഒരു ചേട്ടനുണ്ട്. അദ്ദേഹമാണ് ഇവിടെ വിളക്ക് കത്തിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ മലനടകൾ, കാവുകൾ, ഇവയൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു പ്രകൃതി സംരക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടവയാണ്. കാരണം അത്തരം ക്ഷേത്രങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വനങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ഒരു പരിധി വരെ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, അതിക്രമിച്ച് ആളുകൾ കയറി അത് കൈവശപ്പെടുത്തിയെടുക്കുക, പിന്നീട് അവിടെ ബഹുനില കെട്ടിടങ്ങൾ ഉയരുക, അങ്ങനെ നമ്മുടെ പ്രകൃതി സന്തുലിതാവസ്ഥയൊക്കെ മാറ്റപ്പെടുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നിരവധിയായ സ്ഥലങ്ങൾ, ആരാധനാലയങ്ങൾ, കാവുകളൊക്കെ നമുക്ക് ചുറ്റിനുമുണ്ട്. അവയുടെ കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഈ പേജുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.